ഞാനിപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കാം. അനുമോളുടെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യാൻ ഒരാളുണ്ട്. ആദ്യം എൻ്റെ അടുത്ത് സോഷ്യൽ മീഡിയ നോക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. കാര്യം ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസും അപ്ലോഡ് ചെയ്യാൻ കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാം തന്നെ എനിക്കറിയാം, ഞാൻ അത്ര വലിയ ആക്റ്റീവ് ഒന്നുമില്ല പരിപാടിയിൽ. അപ്പോൾ അത് കൈകാര്യം ചെയ്യാൻ ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാതെ പി ആർ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. പിന്നെ പി ആർ എന്ന് പറഞ്ഞാൽ അനുമോൾക്ക് പി ആർ നിങ്ങൾ അനുമോളോട് ഉദ്ഘാടനത്തിൽ ഇഷ്ടംപോലെ വാങ്ങാനല്ലേ ആളുകൾ ഇത്രയും ആളുകൾ ഇപ്പോൾ ഓരോ പരിപാടിക്ക് പോകുമ്പോൾ കാണുന്നു ഇത്ര ആളുകൾ ഉദ്ഘാടനത്തിൽ നടക്കുന്നത്. അത് പി ആർ അല്ലല്ലോ, ഇത് പി ആർ ആണോ? ഈ ഏരിയയിലുള്ള ആളുകൾ ഇഷ്ടപ്പെട്ട എന്നോട് ഇഷ്ടമുണ്ടാവും, ചിലപ്പോൾ ഈ ഇതിന് ഓണറോട് ഇഷ്ടമുണ്ടാവും, പിന്നെ ഈ ഒരു പൂള് കാണണമെന്ന് ആഗ്രഹിക്കുന്നതാണ്. അപ്പോൾ എല്ലാം ഒരു ഇതല്ലേ, ബിഗ് ബോസ് കാണുന്ന ആളുകൾ തീരുമാനിക്കും അതിൽ ആര് വിന്നർ. ഇപ്പം എത്ര പി ആർ ചെയ്യാൻ പറ്റും? 16 ലക്ഷം രൂപ ഉണ്ടായിരുന്നു അനുമോള് ബിഗ് ബോസിൽ പോകേണ്ട ആവശ്യമുണ്ടോ? അത് ചിന്തിച്ചാൽ മതില്ലേ? 16 ലക്ഷം രൂപ പി ആർ എന്ന് പറഞ്ഞിട്ട് അതുണ്ടായിരുന്നെങ്കിൽ പിന്നെ ബിഗ് ബോസിൽ പോകണ്ടല്ലോ. ആ പൈസ വെച്ച് ഒരു ബിസിനസ് ചെയ്താൽ മതിയില്ലേ? അനുമോളെ പേഴ്സണൽ അറിയുന്ന ആളുകൾക്ക് അറിയുള്ളൂ, ബാക്കിയുള്ള എന്തോരും പറയാം. അവൾ പോണേക്കാളും ഇപ്പോൾ ഡ്രസ്സ് വാങ്ങാൻ പോലും കുറച്ച് ബുദ്ധിമുട്ടുള്ള സമയം ഉണ്ടാവും. നല്ല സ്ത്രീകളെ സംബന്ധിച്ച് ഒരു ദിവസം ഒരു ഡ്രസ്സ് നമ്മളിപ്പോൾ നമുക്ക് ഷർട്ടും പാൻറ്റും മാറി ഇടാൻ പറ്റും. പക്ഷേ പെൺകുട്ടികൾക്ക് അങ്ങനെ ഇടാൻ പറ്റില്ല. അവർക്ക് ആ കളർ ടോണൊക്കെ പിടിച്ചൊക്കെ എന്താ പറയുക. അപ്പോൾ ഈ ഡ്രസ്സ് വാങ്ങാൻ പൈസ ഇല്ലാന്ന് പറയുമ്പോൾ അനുമോള് പോകുന്നതിന് മുമ്പ് ഒരുപാട് ഇനാഗുറേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനാഗുറേഷനൊന്നും ഒരു പൈസ ഇതിന്റെ ചോദ്യമല്ല. ഞാൻ പറയാം ഇനാഗുറേഷൻ എന്ന് പറഞ്ഞാൽ കാർ ലോൺ, ഹൗസ് ലോൺ ഇതടയ്ക്കണം. വീട്ടിലെ ചിലവ് അനുമോളെ നോക്കിയിട്ടിരുന്നത് അവരുടെ അച്ഛനമ്മേനെ. അപ്പോൾ ഇതൊക്കെ നോക്കുന്നുണ്ട്. ഈ ഉദ്ഘാടനത്തിന് 1 കോടി രൂപ ഒന്നും കിട്ടില്ല. 50,000 രൂപ, മാക്സിമം 20,000, 30,000, 40,000, 50 രൂപ, 1 ലക്ഷം രൂപ. അനുമോളൊരു മാസം 5 10 ഉദ്ഘാടനം ചെയ്യണ്ടാവും, അത്രേ ഉള്ളൂ. ഈ കാർ എടുത്തതിന് ശേഷം അനുമോള് പറത്തിയിട്ടാണ് ട്രെയിനിലാണ് യാത്ര ചെയ്യുന്നത്. പറത്തിയിട്ടെന്ന് വിഷ്ണു പറയുണ്ടായി. അതായത് ചില ചുരുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അനുമോൾക്ക് ഡ്രൈവറില്ല. പിന്നെ പുള്ളിക്കാരിക്ക് അങ്ങനെ ഒരു മാനേജറില്ല. പിന്നെ കാറ് അവളൊരു പറത്തിട്ടിട്ട് ഈ പറഞ്ഞ ട്രെയിനും ബസ്സിലേക്കാണ് പോയിട്ടിരുന്നത്. സത്യമാണ്. ഞാനാണ് മിക്കപ്പോഴും ഈ മലപ്പുറത്തൊക്കെ വരുമ്പോൾ ഒന്നുകിൽ മറ്റേ ഷൊർണൂർ അല്ലെങ്കിൽ മറ്റേ കുറ്റിപ്പുറത്ത് ട്രെയിൻ ഇറങ്ങിയിട്ട് ഞാൻ പിക്കുക, അല്ലെങ്കിൽ ഈ A1 ബസ് ഉണ്ടല്ലോ, A1 ബസ്സിനെ കൂടുതൽ ട്രാവൽ ചെയ്യാറ്. ആ ബസ് ചിലപ്പോൾ ഒന്നുകിൽ എവിടെയെങ്കിലും ഒരു മെയിൻ ഒരു ഏരിയ ഉണ്ടോ, മിക്ക എടപ്പാളാണ് സ്റ്റോപ്പ്, എടപ്പാളിൽ പിക്കും. അങ്ങനെ എവിടെയൊക്കെ പിക്കുക, അല്ലെങ്കിൽ അവിടെ ചെങ്കോട്ടി സ്റ്റോപ്പ് ഉണ്ടാവും, അവിടെ പിക്കും കോട്ടക്കിൽ. ഞാൻ കാണുന്നില്ല, ഈ ആളുകൾക്ക് എന്തുകൊണ്ട് പറയാനുണ്ട്. ഈ ടാർഗറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് എന്താ പറയുക? നല്ല ഗെയിമേഴ്സിനെ ടാർഗറ്റ്. അതിപ്പോ ബിഗ് ബോസ് എല്ലാ ഭാഷയിലും ഓരോ എല്ലാ കണ്ടസ്റ്റൻസും അങ്ങനെയാണ്. അതായത് പുറത്തിറങ്ങിയ ആൾക്കാർ വീണ്ടും കയറി തന്നിട്ടാണ് ഗെയിമിന്റെ ഭാഗമാവാതെ തന്നെ. ഇപ്പോൾ ഞാൻ സോഷ്യൽ എപ്പിസോഡിൽ പറഞ്ഞ അക്ബറിന്റെ ഫാമിലിനെ നിങ്ങൾ കണ്ടോ? ഇല്ലല്ലോ. അക്ബറിന്റെ അകത്തുള്ള ആളെ എങ്ങനെ അക്ബർക്ക് അറിയുന്ന പുറത്തുള്ള കാര്യം? അക്ബറിനോട് പറഞ്ഞതാണ്. ആരിനാണോ കോടതി, ആരാണോ ബിഗ് ബോസ്? ആരിന് പറഞ്ഞ വ്യക്തി പുറത്തു പോയിട്ട് ആരിലും, ഞാൻ ഇപ്പോഴും പറഞ്ഞത് ബിഗ് ബോസിൽ ഞാൻ പോയതാണ്. ഈ അവിടുന്ന് ഇവിടുന്ന് കേട്ട് വെച്ചിട്ടില്ല, ജഡ്ജ് ചെയ്യാതെ നമുക്കൊരു ആ വ്യക്തിയെ പറ്റി ഒരു ഐഡിയ ഉണ്ട്. അനുമോളൊരു വ്യക്തി, ഞാൻ അതിനകത്ത് പോയതാണ്. അനുമോൾ അവിടെ ആരും വ്യക്തിപരമായിട്ട് ടാർഗറ്റ് ചെയ്യുന്നില്ല. ഒരു വ്യക്തിപരമായിട്ട് ഞാൻ ബിഗ് ബോസിനെല്ലാം കാണുന്നത് വ്യക്തിപരം ടാർഗറ്റ്. ഗെയിമിൻ്റെ രീതിയിൽ പല വർത്തമാനമൊക്കെ പറയണ്ടാവും, അത് ആ ഷോയുടെ ഭാഗമാണ്. അല്ലാതെ ഒരു വ്യക്തിപരമായിട്ട് ടാർഗറ്റ് ഞാൻ കണ്ടിട്ടില്ല. ഒരാളെ വ്യക്തിപരമായിട്ട് അല്ലെങ്കിൽ ഒരു സീക്രട്ട് കാര്യം പറഞ്ഞിട്ട് അത് വെച്ചിട്ട് ടാർഗറ്റ് ചെയ്യാനുണ്ടാവില്ല. ഈ ലവ് സ്ട്രാറ്റജി ആയിട്ട് അനീഷ് വന്നത് അനുമോളെ തളർത്താൻ വേണ്ടി ഒരിക്കലും ഇല്ല. അതൊന്നും ഞാൻ ഒരാൾക്ക് ഇഷ്ടം തോന്നുന്നത് പറഞ്ഞാൽ അതൊരു തന്ത്രമൊന്നുമല്ല. അത് സ്വാഭാവികമായിട്ട് ഒരു പെണ്ണൊരു പുരുഷന് ഇഷ്ടം തോന്നുന്നത് പറഞ്ഞാൽ ഇതൊരു സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന കാര്യം. അതൊരു തന്ത്രമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഒരു ഗെയിമിന് ഭാഗമായിട്ട് ഒരിക്കലും ജീവിതം വെച്ച് കളിക്കുന്നില്ല. അതാണ് ഈ ടാർഗറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞില്ല. അതായത് ഗെയിമിൽ ഇല്ലാത്ത ആൾക്കാരാണ് ആളെ ടാർഗറ്റ് ചെയ്യണത്. പുറത്തുനിന്ന് ആൾക്കാരില്ലേ, അവർക്ക് ഇപ്പൊ പുറത്തു പോയപ്പോ അവർക്ക് കിട്ടിയില്ല, നല്ലോണം ഏറിപ്പോയില്ല, കുറെ ആളുകൾ ഏറിപ്പോയി. അപ്പൊ അവർക്ക് ഇപ്പൊ ഇനി അവരുടെ വശം ക്ലിയർ ചെയ്യണം. അവര് നല്ലവരാണെന്ന് കാണിക്കണം. എന്ന് പറഞ്ഞാൽ ഈ മാങ്ങിയുള്ള മാവിലേക്ക് അല്ലറിഞ്ഞാലാണല്ലോ അത് കാണാം. അപ്പൊ അനുമോള് ടാർഗറ്റ് ചെയ്താൽ അത് അനുമോൾ അങ്ങനെ കുറച്ച് ഏറ്റെടുക്കും. അനുമോളെ കുറച്ച് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഹേറ്റേഴ്സും ഉണ്ട്. രണ്ട് വശമാണ്. അപ്പൊ അമ്മയെ തല്ലിയ 2 വശം എന്നുള്ളത് അങ്ങനെ അത് ഇതാണല്ലോ. അതുപോലെ തന്നെയാണ് നമ്മുടെ നാട്ടിലെടുക്കുന്നത്. പറഞ്ഞാൽ എങ്ങനെയായാലും അനുമോളെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ അങ്ങോട്ട് കൊള്ളും. അപ്പോൾ അവിടെ ടാർഗറ്റ് അതായത് വിജയിക്കുന്നില്ല ഉറപ്പായ ഒരാളെയാണ് ഇവര് വിജയിച്ചാലും കുഴപ്പമില്ല, വിജയിച്ചാലും കുഴപ്പമില്ല. അപ്പൊ അനുമോൾ ജയിച്ചാലും എന്റെ മനസ്സിൽ ഞാൻ തീരുമാനിച്ചു വരാം, എന്റെ മനസ്സിൽ അനുമോൾ വിന്നറാണ്. അത് ബേസിക്കലി ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ട് അനുമോളോട് 100 ദിവസം നിൽക്കുന്നു. പൈസ കൊടുത്തിട്ടാണോ നിൽക്കുന്നത്? ഞാൻ പറഞ്ഞ മനസ്സിലാക്കിയ ഒരു കാര്യം, കാശ് കൊടുത്ത് എങ്ങനെ ഒരു സ്ഥലത്ത് നിൽക്കാൻ പറ്റുന്നത്?
ഞാൻ ബിഗ് ബോസിൽ പോയ ഒരാളെ ഞങ്ങൾ എൻ്റെ സീസണിൽ PR ഇല്ല, അങ്ങനത്തെ പരിപാടി ഒന്നുമില്ല. എങ്ങനെ കാശ് കൊടുത്ത് അതിൻ്റെ അകത്ത് നിൽക്കാൻ പറ്റും? ഒരു ഷോയിൽ കാശ് കൊടുത്ത് നിൽക്കാൻ പറ്റുമോ? നിങ്ങൾ ചിന്തിക്കേ. അല്ല സപ്പോസ് അനുമോള് ജയിച്ചാൽ തന്നെ PR-ന്റെ പേരിലാണ് ജയിച്ചെന്നുള്ള ഒരു പേര് വരുന്നത്. ഒരു സോഷ്യൽ മീഡിയ ഒരാൾ കൈകാര്യം ചെയ്താൽ ഒരാൾക്ക് ജയിക്കാൻ പറ്റുമോ? അല്ല അങ്ങനെയാണ് പറയുന്നത്. ആ രീതിയിൽ ബുള്ളിങ് വരാൻ അനുമോള് അതിൻ്റെ അകത്തൊന്നും ചെയ്തിട്ടില്ല. അനുമോൾ അതിൻ്റെ അകത്തൊന്നും ചെയ്തിട്ടില്ല. അനുമോൾ അതിൻ്റെ അകത്ത് നിന്നോണ്ടല്ലേ നാട്ടുകാരിൽ തീരുമാനിക്കുന്നതിൻ്റെ അകത്ത് ആര് നിൽക്കണം പുറത്താക്കണമെന്ന്. അല്ലെങ്കിൽ ഏഷ്യാനെറ്റിൻ്റെ ആളുകൾക്ക് പുറത്താക്കാൻ പാടില്ല അനുമോളെ. ശരിയാ. ഇനിയിപ്പോൾ എൻ്റെ മോശമായി ഏഷ്യാനെറ്റ് ഇവർ രണ്ടും കൂടിയാണല്ലോ ബിഗ് ബോസ് എന്ന ഷോ കണ്ടക്ട് ചെയ്യുന്നത്. അനുമോള് അവർക്ക് ഷോസിന് വളരെ മോശമായിട്ട് റിവ്യൂ, അനുമോളെ പറ്റി അതിനകത്ത് വളരെ മോശമായിട്ട് അനുമോൾ കാണിക്കുന്നുണ്ടെങ്കിൽ അനുമോൾ അവർക്ക് പിടിച്ച് പുറത്താക്കാം. അത് ആ ഷോയിൽ എഗ്രിമെൻറ്റിലുള്ളതാണ്. ആ ഷോയുടെ റൂൾസ് എന്തെങ്കിലും ബ്രേക്ക് ചെയ്യുന്നതിന് നമ്മളെ പുറത്താക്കാം. അപ്പോൾ വോട്ടിൻ്റെ കാര്യങ്ങൾ നോക്കേണ്ട ആവശ്യമില്ലല്ലേ? ഷോയുടെ റൂൾസ് ബ്രേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരാളെ തല്ലുകയോ ഒരാളെ പേഴ്സണലി ഇത് ചെയ്യുകയോ ഒരാളെ വ്യക്തിപരമായിട്ട് ഭയങ്കര പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ പുറത്താക്കാം. അത് പേഴ്സണൽ അതിൽ എഗ്രിമെൻറ്റിലുള്ളതാണ്. ഷോയുടെ റൂൾസ് ഉണ്ടല്ലോ. തല്ലി പുറത്തായ പോലെ ഇഷ്ടംപോലെ തള്ളുകയോ അങ്ങനെ അത് ഞാൻ മനസ്സിലാക്കി. ജനങ്ങൾ തീരുമാനിക്കുന്ന ഷോയാണ് ഇത്. PR എന്ന് പറഞ്ഞ ഒരു ഷോ ഒരിക്കലും PR-ഓട് ജയിപ്പിക്കുന്നില്ല. അങ്ങനൊന്നും ഇല്ലാതെ ചുമ്മാ ആളുകൾ. ഇന്നലത്തെ ഒരു കണ്ടന്റ് പറഞ്ഞാല് ഇന്നലെ എല്ലാ സോഷ്യൽ മീഡിയ സ്പ്രെഡാണ്. ഹിന്ദി ബിഗ് ബോസിൽ നടക്കും പല കണ്ടസ്റ്റൻസും അനുമോളെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് വോട്ട് വാങ്ങുന്നു എന്ന് പറയുന്നുണ്ട്. പല അങ്ങനെ ഞാൻ ഇപ്പോഴും കാര്യം പറയാം. ഈ ഷോ കാണുന്ന മലയാളി ഓഡിയൻസാണ്. മലയാളികൾക്ക് ഒരു 100%, 90% മലയാളി സപ്പോർട്ട് അനുമോൾ ഉണ്ടെങ്കിൽ അനുമോൾ ജയിക്കും. ഇപ്പോൾ നോർത്ത് ഇന്ത്യൻസോ അല്ലെങ്കിൽ പെരുമ്പാവൂരിലെ ബംഗാളീസോ വോട്ട് വേറെ ആക്കി ചെയ്താലും ജയിക്കുമെന്നില്ല. ജനങ്ങൾ തീരുമാനിക്കും. ഞാൻ ബിഗ് ബോസ് സീസൺ പോയി ഞാൻ 3ാം സ്ഥാനം വന്ന ഒരാളാണ്. ഞാനിപ്പോഴും ബിഗ് ബോസ് എന്ന് പറഞ്ഞ ബാനർ വെച്ചിട്ടും സ്റ്റാർ മാജിക്കിന് ബാനർ വെച്ച് ഉദ്ഘാടനങ്ങളും ഇവൻറ്റിനും അങ്ങനെയുള്ള ഒരുപാട് പരിപാടികൾക്ക് പോകുന്ന ഒരാളാണ്. മനസ്സിലായോ? എനിക്കത് ബുദ്ധിമുട്ടൊന്നുമില്ല. എനിക്കറിയാൻ പാടില്ല അവരെന്താണ് ഉദ്ദേശിക്കുന്നത്. RJ ബിൻസി ഇപ്പോൾ ഷോ ഞാനിപ്പോൾ അവർ ഗസ്റ്റായിട്ട് ചെയ്തതാണ്. അല്ലാതെ അവിടെ ഗെയിം കളിക്കാൻ ആവശ്യമില്ല. ഫിനാലേക്ക് മത്സരിക്കാനാണ് എനിക്കറിയാൻ പാടില്ല. എനിക്കറിയാം. അത് നോർമലി വളരെ ഹാപ്പി ആയിട്ട് ഷെയ്ക്കാൻ കൊടുക്കുക, പോവുക, എല്ലാവരും ഹാപ്പി ആയിട്ട് ഒരു ചിൽഡ്രപ്പ് കൊടുക്കുക, ഓൾ ദ ബെസ്റ്റ് കൊടുക്കുക. ഫൈനൽ വന്ന ആൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന പോലെ എല്ലാവരും ഓൾ ദ ബെസ്റ്റ്, കപ്പെടുക്കട്ടെ, ഓൾ ദ ബെസ്റ്റ് പറഞ്ഞു പോരും. അല്ലാതെ വ്യക്തിപരമായിട്ട് ദേഷ്യവും വിദ്വേഷവും കാണിക്കുന്ന ആവശ്യമില്ല. ഇപ്പൊ പുറത്തു പോയ ആൾക്കാർ തിരിച്ചു വന്നില്ലേ? അവര് ഇപ്പൊ കളിക്കണ ഗെയിം ആദ്യം കളിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ആലോചിച്ചു. ഇപ്പൊ ഈ ശബ്ദം ഉയർത്തുന്നത് ആദ്യം തെറ്റ് കണ്ട ശബ്ദം ഉയർത്തിക്കുകയും ആദ്യം ശരി കണ്ട ശബ്ദം ഉയർത്തുകയും ഇതും ഇണ്ടാതെ വളരെ ന്യൂട്രലായിട്ട് കിട്ടുന്ന പൈസ വാങ്ങിച്ച് വീട്ടിൽ വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടപടിയാവില്ല. പിന്നെ PR നോക്കിക്കോളൂ. ഞാൻ പൈസ കൊടുത്തിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ എൻ്റെ സോഷ്യൽ മീഡിയ നോക്കിക്കോളും. ഞാൻ ബൂസ്റ്റായിട്ട് സംസാരിക്കുന്നവരെ അവർ ഇട്ടോളും. അങ്ങനെയൊന്നുമില്ല. ബിഗ് ബോസ് ഷോ സോഷ്യൽ മീഡിയ 2 ഫോട്ടോ വീഡിയോ ഇട്ടിട്ടും വോട്ട് ചെയ്യുന്ന പറഞ്ഞാൽ വോട്ട് ചെയ്യുന്നില്ല. ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അവർ വോട്ട് ചെയ്യും. അതിപ്പോൾ അനുമോളാണെങ്കിലും അക്ബറാണെങ്കിലും ആരും പുറത്തായല്ലോ. ആദില, നൂറ, പിന്നെന്താ നിവിൻ, മറ്റേ നമ്മുടെ അനീഷ്, പിന്നെ ഫൈനൽ ഒരാളുണ്ടല്ലോ ഷാനവാസ് പേര് കിട്ടുന്നില്ല. ഷാനവാസാണെങ്കിലും ഇത്ര ആളുകളുണ്ട്. ഇത് ജനങ്ങൾ തീരുമാനിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇപ്പോൾ പുറത്ത് വീഡിയോ ഇട്ടിരുന്നു. ഇപ്പം ഞാനിവിടെ വന്നിട്ട് അനുമോള് സപ്പോർട്ട് ചെയ്ത് പറഞ്ഞാൽ ആളുകൾ സപ്പോർട്ട് ചെയ്യില്ല. കാറിൻ്റെ ഉള്ളിൽ ഒരു ഡോൾ ഉണ്ടല്ലോ, അനുമോളെ മറ്റേ ഡോളിനെ പോലെ വേറൊരു ഡോള്, പ്ലാച്ചിനെ പോലെ വേറൊരു ഡോളിനെ കണ്ടേരെ കാറിൻ്റെ ഉള്ളില്. കാറിന്റെ ഉള്ളിൽ വൈഫിന്റെ അങ്ങനെ അത് പ്ലാച്ചിന്റെ സഹോദരനാവല്ലേ? പ്ലാച്ചി ഒരു വയറായ സാധനമാണത്. ആ ഒരു ചെടി ഭയങ്കരമായിരുന്നു അല്ലേ? അതെ. പ്ലാച്ചിനെ കെട്ടി തൂക്കി കണ്ടിട്ടോ കഴുത്തില്? ഞാൻ എപ്പിസോഡിൽ കണ്ടില്ല, അത് സോഷ്യൽ മീഡിയയിൽ കണ്ടില്ല. അത് മോശമായി എല്ലാവർക്കും തോന്നിയത്. ഞാൻ എന്ത് പറയാനാണ്, അതിനകത്ത് ഇപ്പോൾ ചെയ്യുന്ന എല്ലാം നല്ലതാണെന്ന് പറയാൻ പറ്റില്ല. അതൊരു ഗെയിം ഷോ അല്ലേ? പല കാര്യങ്ങളും പല ഇതല്ലേ. അതെ. അനുമോൾ കപ്പടിക്കും. പിന്നെ അതിപ്പോൾ PR ആയിട്ടല്ലേ, നിങ്ങളൊക്കെ ഉദ്ഘാടനത്തിന് വന്ന ആൾക്കാരല്ലേ. അപ്പോൾ അനുമോൾക്ക് നിങ്ങൾക്കറിയാലോ, അവൾക്ക് ഈ ആളുകളുടെ ഇടയിൽ കിട്ടുന്ന ഒരു ആ ഒരു ഇതുണ്ടല്ലോ, നമുക്ക് ആളുകളെ കിട്ടുന്ന ഒരു ക്രൗഡ്. ഇപ്പോൾ ആൾക്കാർ പുറത്തായത് വീണ്ടും അകത്തേക്ക് കയറിയിട്ട് അനുമോളെ കോർണർ ചെയ്യാനായിട്ട് തോന്നുന്നുണ്ട്. ടാർഗറ്റ് ചെയ്ത് പറയുന്നത് ടാർഗറ്റ് ബ്രോ. അവരെ വെള്ളത്തിൽ ചാടി ചെയ്യാൻ പറ്റും. ആ വെള്ളത്തിൽ ചാടാം. അടുത്തിട്ടോ ചേട്ടാ മ്യൂസിക് ഒന്ന് ഓഫ് ആക്കുമോ? പാട്ട് ഓഫ് ആക്കിയാളേ. നേരത്തെ ചോദിച്ചു.